അടുത്തതായി ഈ സ്നേഹാദരവ് ചടങ്ങിന് ആശംസ അർപ്പിക്കുന്നതിനായി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഹുമാനായ പി രവീന്ദ്രൻ അവരെ ക്ഷണിച്ചുകൊള്ളു. ഈ സ്നേഹാദരവ് ചടങ്ങിന്റെ ആദരണീയനായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സജി ഓതറ, ഈ ഗംഭീരമായ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി അവർകൾ, വേദിയിലുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഏറെ സന്തോഷവും അതിലേറെ അഭിമാനകരവുമായ ഒരു മുഹൂർത്തത്തിനാണ് ഈ നാട് ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മോളായി ജസ ഖാലിദ് ആത്മസമർപ്പണത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിലേക്കാണ് ഇപ്പോൾ കടന്നു കയറിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചുമിടുക്കി ഒരു നാടിനെ ലോകത്തിന്റെ നെറുകയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇരുവാട്ടി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുന്നതിന് വേണ്ടി ജസ ഖാലിദിലൂടെ സാധിച്ചു എന്നത് ഈ നാട്ടിലെ ഓരോരുത്തർക്കും അഭിമാനിക്കാൻ ഭാഗ്യമുള്ളതാണ്. ഈ അഭിമാന താരം എങ്ങനെയാണ് ഈ നേടിയത്? ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും എങ്ങനെയാണ് ഈ കൊച്ചുമിടുക്കി കയറിപ്പറ്റിയത് എന്ന് ചിന്തിക്കുമ്പോഴാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട, മറ്റാരും കടന്നു ചെയ്തിട്ടില്ലാത്ത ഒരു മേഖല. ആ മേഖലയാണ് ജസ തിരഞ്ഞെടുത്തത്. അത് CPR അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രദ്ധേയമായ ഇടപെടലാണ്. തീർച്ചയായും നമുക്കറിയാം, വലിയ വലിയ ഡോക്ടർമാരും പ്രത്യേകിച്ച് ഹൃദയതാളം നിലക്കുന്ന സന്ദർഭത്തിൽ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം വളരെ വളരെ അത്യാവശ്യമായി നിൽക്കുന്ന സന്ദർഭത്തിൽ, ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ആ ഒരു സന്ദർഭമൊന്നും ഇല്ലാത്ത, അത്തരം ഒരു സാന്നിധ്യമൊന്നും ഇല്ലാത്ത സന്ദർഭത്തിൽ ഒരു ജീവന് വേണ്ടി തുടയുന്ന മനുഷ്യനെ എങ്ങനെ രക്ഷിക്കാൻ സാധിക്കും? അതിന് ആദ്യപടി എന്ന നിലയിൽ നൽകേണ്ടുന്ന CPRന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ നാടിന് അവബോധമുണ്ടാക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രദ്ധേയമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് അത് നാടിന് അങ്ങനെ ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കാൻ, നേതൃത്വം കൊടുക്കാൻ ജസയെ പോലുള്ള കുഞ്ഞുമോൾക്ക് സാധിച്ചു എന്നുള്ളത് തീർച്ചയായും അഭിമാനകരമാണ്. ഈ അഭിമാന താരത്തെ എത്ര കണ്ട് പ്രശംസിച്ചാലും മതിയാവുന്നതല്ല. ലോകത്തോളം വളർന്നിരിക്കുന്നു ജസ. നാളെ ഈ നാടിന്റെ ഭാവി ജസയിലൂടെ നമുക്കിനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. ഈ ജസ മോൾക്ക് ഈ പൗരാവലി നൽകിയ ആവേശകരമായ, അഭിമാനകരമായ ഈ സ്വീകരണ യോഗത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. സംഘടിപ്പിച്ച മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കുന്നു. ജസ മോൾക്ക് 1000 ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ അഭിമാന മുഹൂർത്തത്തിന് ആശംസ അർപ്പിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ കുഞ്ഞുകുട്ടി ജസ്നയുടെ റെയിംസ് സ്കൂൾ ഓഫ് പ്രിൻസിപ്പൽ പ്രിയങ്കരിയായ സുപ്രിയ KT ആണ്. അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. A very pleasant evening to one and all. Most respected guest of honor today, Mr. Ramachandran Kadanappalli sir, and the other guests, those who are seated on and off the dais. A very warm evening to one and all. And let me introduce myself. I am Supriya KT, principal of RIMS Montessori School, from where a bright student, I can say a shining star, has come out from the RIMS Montessori School. So it's really a very proud moment for our campus. So on behalf of the RIMS management and RIMS Montessori School, I would like to, from the bottom of my heart, congratulate Jasa Khalid on bringing laurels to herself, whole school and the community here. So congratulations Jasa once again.
because already we had visited her house last week when the parents had informed that she had received so and so award, that is a world record and the India Book of Records. So it's really a very proud moment. Jasa has joined our school, I think in M2, that is the level 2, which we call it as the LKG. Then she has studied UKG, and now grade 1 to 2 she has been promoted. So 3 years she has been there. Actually, when I met Jasa, I think from grade 1, I was little more observing the grade 1 students. So what I have noticed in her is, basically she's a keen observer. She's a little bit calm, quiet. We cannot find out at a glance that when we see the students, how they're very smart and all those things. But this is really a hidden talent which has come out, I think, from the concept of superhero. Yes, ma'am? Because for the activities that we conduct in our school every week, where we have Friday 1 hour activity periods where we ask them, lot of activities will be conducted. So based on 1 week we had given that you can enact or you can come up with something that is your superhero, that is yourself as a superhero. And I think she has spoken to her mother, what is the superhero? From that concept itself she has come to this level. So I'm really very happy where she could not, because many students, they came up different characters, comic characters and all those films and whatever things, but she was the only one who had come up with a different idea which shocked us really, because such a tiny thought showing the CPR, because when we were in school, we studied and all, it was just only the theory part. And later on, when we had gone to the college, we just had 2-3 demos where the first aid and all those things. But our mind did not strike into this. But at this level, it's really a very proud moment that a small kid of mine, I can tell you, because I'm really very proud, she's come up from my school. Wherever she's going, people ask which school. So I'm really very proud moment for our management and the school and all the teachers, those who have taught her at the 3 years, and now she's in the 4th year of our school. So it's really very proud moment for each, and because there are few teachers who have joined. The pre-primary head, we have the Jarsana ma'am who has joined. Then we have Safura ma'am who was a mentor, Mariam ma'am, and also Zenias ma'am. Along with that, we have our admin in charge, Ajay sir, who we all are a part of a family, that is the RIMS family. So we, from the RIMS family, from the bottom of heart, really congratulate and appreciate what the family of this Edwati has handed over to her, and really, God bless you and a very bright and shining future ahead. Thank you. And thank you also for giving me an opportunity to speak over here. Thank you very much. അടുത്തതായി ഈ ജനകീയ ആഘോഷത്തിന് ആശംസ അർപ്പിക്കുന്നതിനായി തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ പി പ്രേമലത അവരുടെ ആദരവോടെ ക്ഷണിച്ചു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏറ്റവും ബഹുമാന്യായ നമ്മുടെ നാടിന്റെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെല്ലാം നമ്മോടൊപ്പം എന്നും ചേർന്ന് നിൽക്കുന്ന ഏറ്റവും ബഹുമാന്യായ നമ്മുടെ വികാരി അച്ഛൻ നമ്മുടെ എല്ലാ സാംസ്കാരിക പരിപാടികളിലും നിറസാന്നിധ്യമാണ്. എല്ലാവിധ സപ്പോർട്ടും നാം നൽകിക്കൊണ്ട് ഈ നാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ തുടങ്ങി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനി എത്രത്തോളമാണ് നമ്മുടെ കുഞ്ഞു മകളെ ഈ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാൻ ആ കുടുംബവും അതിന് പ്രാപ്തമായ നമ്മുടെ മകളെയും വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ആ സ്കൂളും കുടുംബവും അടക്കച്ചേർന്ന് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എത്രത്തോളമാണ് എന്ന് നമുക്ക് പറഞ്ഞാൽ വാക്കുകൾക്ക് അതീതമാണ്. ഇവിടെ മന്ത്രി പറഞ്ഞതുപോലെ ലോകം ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ നമ്മുടെ എരിവാട്ടി എന്ന് പറയുന്ന നമ്മുടെ കൊച്ചു ഗ്രാമത്തിന്റെ പേര് തന്നെ എഴുതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം CPR, നമ്മുടെ എല്ലാം ഈ പ്രായത്തിൽ എന്നെയെല്ലാം സംബന്ധിച്ചിടത്തോളം ഞാൻ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇറങ്ങിയപ്പോഴാണ് CPR കൊടുക്കുന്നതിനെയും അതിന് വേണ്ടി നമ്മൾ അതിനെക്കുറിച്ചൊരു അവബോധം നമ്മുടെ മനസ്സിനകത്തേക്ക് കടന്നു വന്നത്. ഇത് നമുക്കറിയാം. ഇന്ന് നമ്മളോടൊപ്പം കിടന്നിറങ്ങുന്ന സഹോദരങ്ങൾ രാവിലെ അവരുറങ്ങുകയാണ് എന്ന് കരുതി നമ്മൾ ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നമ്മുടെ കുടുംബപ്പറപ്പുകൾ സഹോദരങ്ങൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ കൂടെ കിടന്നവർ അല്ലെങ്കിൽ നമ്മുടെ റൂമിന്റെ തൊട്ടപ്പുറത്ത് കിടന്ന ആളുകൾ ഒരുപക്ഷെ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്, അവരുടെ ജീവൻ നിലച്ചിരിക്കുകയാണോ എന്നുള്ള വാർത്ത ഓരോ ദിവസം കഴിയുന്തോറും വളരെ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അവിടെയെല്ലാം
ഒരു കുഞ്ഞു മാലാഖ നമ്മളോട് പറയുന്നത്, ഒരു വകുപ്പ് മന്ത്രിയുടെ അടുത്തു പോയി പറയുകയാണ്, ഏറ്റവും പ്രിയപ്പെട്ട CMA, നമ്മുടെ പഠന വിഷയത്തിൽ ഇത് CPR കൊടുക്കുന്നതിനുള്ള അവബോധം നമ്മുടെ കുഞ്ഞു മനസ്സുകളിൽ, കൊച്ചു കുട്ടികളിൽ ഈ അവബോധം ഉണ്ടാക്കിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഒരുപക്ഷെ നമ്മളൊന്നും ചിന്തിക്കാത്തതിനപ്പുറം ഒരു കുഞ്ഞു കുട്ടികൾക്ക് ഇത്രത്തോളം ആവുമോ എന്ന് നമ്മളെല്ലാം ആ വീഡിയോ ലൈവായി കണ്ടുകൊണ്ടിരുന്ന എൻ്റെ മനസ്സിൽ ആ സമയത്ത് ആലോചിച്ച ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെയൊക്കെ കുഞ്ഞു കുട്ടികളെ കൊണ്ടാവുമോ എന്ന്. പക്ഷെ അത് അനിവാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ജസ്സ. അതാണ് ഒരു വികാരേശനൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രകൃതിയിൽ, ഈ ലോകത്തിന് മറ്റൊരു പ്രതിഭാസമായി മാറാൻ മറ്റൊരാളെ കൂടി ഈ ഭൂമിയിലേക്ക് അയച്ചു എന്ന് നമ്മൾ പറയുന്നതിൽ ഒരു അതിശയോക്തിയും വിചാരിക്കേണ്ടതില്ല. നമ്മുടെ കുഞ്ഞു മാലാഖ നമ്മളോട് പറയുകയാണ്, ഒരുപക്ഷെ അവൾ കളിച്ചു നടക്കേണ്ടുന്ന പ്രായത്തിൽ, കുഞ്ഞു കുട്ടികളോടൊപ്പം ഓടിച്ചിരിച്ച് കളിക്കേണ്ടുന്ന പ്രായത്തിൽ, ഒരു ലോകത്തെ തന്നെ ചിന്തിപ്പിക്കാൻ കഴിയുന്ന ഒരു കുഞ്ഞു തലമുറയെ, വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു അവബോധം നൽകാൻ, അതും ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മളോടൊപ്പമുള്ള സഹോദരങ്ങളെ അവരെ മരണത്തിന്റെ വക്കിലേക്ക് കടത്തിവിടാതെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും എന്ന് ചിന്തിക്കുന്ന ഈ ലോകത്തിന്, ആരോഗ്യ മേഖലയ്ക്ക് ആകെ മാതൃകയാവുന്ന നിലയിലേക്ക് നമ്മുടെ കുഞ്ഞിന്റെ മനസ്സ് ചിന്തിച്ചു. അത് ലോക റെക്കോർഡ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മുടെ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും, ലോകത്തിന്റെ ഏത് ഇടങ്ങളിലേക്ക് പോയാലും അവിടെയെല്ലാം ജസ്സ ഖാലിദിന്റെ പേര് എഴുതി ചേർക്കപ്പെടും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇന്ന് നമ്മളെല്ലാവരും ഏറെ അഭിമാനത്തോടുകൂടി നമുക്കിങ്ങനെ കൂടിയിരിക്കാൻ, ഒരേ ഒരു പൗരാവനിയുടെ മുന്നിൽ നമ്മുടെ കുഞ്ഞു മകളെ നമുക്ക് അനുമോദിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കി തന്നിട്ടുള്ള ആ കുടുംബത്തിനും അവരെ സപ്പോർട്ട് ചെയ്യപ്പെടുന്ന വിദ്യാഭ്യാസ മേഖലയിൽ അവരുടെ പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ ഇവിടെ സംസാരിച്ചതുപോലെ ഏക ഡിഫറൻ്റ് ആയിട്ടുള്ള, അതായത് ഒരു കുട്ടി ചിന്തിക്കേണ്ടുന്ന പ്രായത്തിൽ ആ കുഞ്ഞ് ചിന്തിക്കുന്നതിനപ്പുറത്ത് ചിന്തിക്കാൻ കഴിവുള്ള ഒരു മകൾ നമുക്ക് വളർന്നു വന്നിരിക്കുകയാണ്. ഇനിയും ലോക അത്ഭുതങ്ങളായി മാറാൻ നമ്മുടെ കുഞ്ഞുമോൾക്ക് സാധിക്കട്ടെ. ആ കുടുംബത്തിന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കഴിയാൻ ആ കുടുംബത്തിനും അതിൻ്റെതായ പ്രാപ്തിയോടെ ഉണ്ടാവട്ടെ. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സഹോദരങ്ങൾ ജീവിച്ചു വന്ന സാഹചര്യങ്ങൾ, ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം കഴിഞ്ഞുകൊണ്ടാണ് നമ്മൾ എല്ലാവരും എന്നീ നിലയിലെത്തിയിട്ടുള്ളത്. അവിടെയാണ് ഏറ്റവും നമ്മുടെ കുടുംബത്തിൽ നമ്മളോടൊപ്പം ജീവിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞ് ഇങ്ങനെ ഒരു മാലാഖയെ പോലെ ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർന്നു വരാൻ കഴിവുള്ളൊരു കുട്ടി നമ്മുടെ കുടുംബത്തിൽ ജനിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ജസ്സ ഖാലിദിന് ഇനി വരാൻ പോകുന്ന ഒരു യുഗത്തിൽ നമ്മുടെ നാടിന് അഭിമാനമായി മാറാൻ, ലോകത്തിന്റെ നെറുകയിലേക്ക് നടന്നു കയറാൻ, ഈ സമൂഹത്തെ ആകെ വലിയൊരു അപവാദത്തിലേക്ക് നമ്മളെ പോലും ചിന്തിക്കുന്ന നിലയിലേക്ക് ഈ 7ാമത്തെ വയസ്സിൽ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവൾ വളർന്നു വരുന്ന ഓരോ പടവുകളിലും നാടിന് അഭിമാനമാകാൻ, നാടിന് വലിയൊരു സന്ദേശം നൽകാൻ, നമ്മളെ ആകെ ചിന്തിപ്പിക്കുന്ന നിലയിലേക്ക് വളർന്നു വരാൻ ആ കുഞ്ഞു മനസ്സിന് സാധിക്കട്ടെ എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ പ്രത്യേകമായും അത് പ്രാർത്ഥിച്ചുകൊണ്ടും, അതുപോലെ തന്നെ ജസ്സയ്ക്ക് എല്ലാവിധ ആശംസകളും കുടുംബത്തിനും ഖാലിദിനും, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഖാലിദിനും കുടുംബത്തിനും അതിനുവേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കാൻ കഴിയട്ടെ എന്നും നമുക്കെല്ലാവർക്കും ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മുടെ കുഞ്ഞുമോളെ വളർത്തിക്കൊണ്ടുവരാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ അനുമോദനങ്ങളും നേരുന്നു. അതോടൊപ്പം ഈ നാടിന് ഇത്ര വലിയ പൗരാവലിയുടെ ഒരു സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ മാഷടക്കമുള്ള ഉരേസടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജസ്സമ്മോൾക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ വിജയ ആശംസകളും നേർന്നു നിർത്തുന്നു. അടുത്തതായി ഈ സ്നേഹസമ്പന്നമായ ഈ ചടങ്ങിന് ആശംസ അർപ്പിക്കുന്നത് ഇരുവാട്ടി ജുമാ മസ്ജിദിന്റെ ഖത്തീഫ് ബഹുമാനായ ഷമീൻ ഫാരിസി അൽ അസരി അവരുടെ ആദരവുകളും ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും ബഹുമാനം നിറഞ്ഞ വിശിഷ്ട വ്യക്തികളെ, ബഹുമാനപ്പെട്ട ഫാദർ, ഈ വേദിയിൽ ഭൂഷ്ടരായ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തന മേഖലയിലെ അത്യുന്നതിയിൽ വഹിക്കുന്ന പ്രവർത്തകര്, എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നമസ്കാരം നേരുകയാണ്. ജോൺപേപ്പനെ പല വർണ്ണ പൂക്കളെ പോലെ ഭംഗിയാക്കും വിധത്തിലുള്ള ജാതി മതബോധമന്യ ഈ ഒരു സായാഹ്ന നിമിഷങ്ങൾ സുന്ദരമാക്കി തന്ന പ്രിയപ്പെട്ട എൻ്റെ ഏറുവാട്ടിയിലെ പൗരോവധി പ്രവർത്തകർക്ക് ഒരുപാട് ഹൃദയത്തിൽ സൗഹാർദ്ദ സ്നേഹ സുന്ദര അഭിവാദ്യം നേരുകയാണ്. കാർഡിയോ പൾമററി റെസിസ്റ്റേഷനിൽ പറയുന്ന പുനർജീവനം എന്ന് റിവൈവ് പറയുന്ന
ഒരു ജീവരക്ഷാ പ്രവർത്തനത്തിന്റെ ഇൻഫ്ലുവൻസറായി ലോക റെക്കോർഡ് കീഴടക്കിയ ഇരുവാട്ടിയുടെ സന്തതി ജസാഖാനിൽ ഇന്ന് അറിയുന്ന പിഞ്ചുമൻ മക്കൾക്ക് നമ്മുടെ നാട് നൽകുന്ന സുന്ദരമായ സ്നേഹ ആത്മവുമായാണ് നമ്മൾ മിലോകം ഭരിക്കുന്നത്. ഈ ഒരു വിഷയം കഴിഞ്ഞ ദിവസം 6 വയസ്സുള്ള ഒരു മോൻ സ്ട്രോക്ക് വെച്ച് ബോധരഹിതനായി കിടക്കുന്ന സമയത്ത് തൻ്റെ അമ്മ വന്നുകൊണ്ട് ആ മകന്റെ CPR നൽകുമ്പോൾ കുറഞ്ഞ നിമിഷങ്ങൾക്കകം ആ മകൻ റിവൈവ് എന്നുള്ള വേർഡാണ് റെസിസ്റ്റേഷൻ എന്ന് പറയുന്ന വേർഡിനെ പിടുത്ത മീനിങ് എന്ന് പറയുമ്പോൾ പുനർജന്മം പുനർജീവിതം ആ ഒരു തരത്തിലേക്ക് മകനെ ഉയർത്തി നിൽക്കുക. ഈ ഒരു പ്രോസസ്സിൽ നാടിനെ നന്മ വിതയ്ക്കും തരത്തിലുള്ള നല്ല ഒരു ഇൻഫ്ലുവൻസറായി മുമ്പോട്ട് പോവുകയാണ്. ഇത്രയും ഇൻഫ്ലുവൻസർ സോഷ്യൽ മീഡിയയിലൂടെ തെരുവുകളെ കൊണ്ടും മറ്റും അഭിഷേകങ്ങളെ കൊണ്ട് ലൈക്കുകളും ഷെയറുകളും ആകുന്ന സമയത്ത് നാടിനും സമൂഹത്തിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉതകുന്ന നല്ല ഗുണങ്ങളുള്ള മെസ്സേജുകൾ കൈമാറുക എന്നുള്ള ഈ ചരിത്രാവത്തിൽ തന്നെ നൽകുക എന്നുള്ളതൊന്നും ചെറിയ കാര്യമല്ല. ഇവിടെയാണ് ജീവിതം നമ്മുടെ ജീവിച്ചു എന്ന് അടയാളപ്പെടുത്തിയിരിക്കേണ്ടത്. ഒരു കവിത കവി പാടുന്നത് കാണാൻ അജ്ഞത മരിക്കുന്നെന്ന് അഗ്നൻ വിട പറയുന്നു, മണ്ണടിയുമെന്ന് അവരുടെ ശരീരം ശ്മശാനമായി മാറുന്നു. ഈ ഒരു കവിയുടെ കവിയത്രിയുടെ ചിന്ത എത്ര സുന്ദരമാണ്. ജീവിച്ചു എന്നതിനുള്ള അടയാളം രേഖപ്പെടുത്താൻ ഓരോരുത്തരും കഴിഞ്ഞിരിക്കണം. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറയുന്ന പ്രവാചക പ്രകീർപ്പണവും, നീനെപ്പോലെ നിന്റെ സഹോദര സ്നേഹിക്കണമെന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ വാക്യം, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്ന മനുഷ്യകുലങ്ങൾ ഒന്നാണെന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ വാക്യവും കാലം കഴിഞ്ഞു കടന്നിട്ട് ആ ഒരു വാക്യത്തിന്റെ പ്രസക്തി ഇപ്പോൾ നിലകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും സമൂഹത്തിന് ഉതകുന്ന നന്മയുള്ള പ്രവർത്തനങ്ങളും വാക്കുകളുമായിരിക്കുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയാണ് നമുക്ക് അഭിമാനം കൊള്ളുന്ന തരത്തിൽ ഈ പിഞ്ചുമ്പുകൾ നല്ലൊരു മെസ്സേജ് നമുക്ക് നൽകിയിരിക്കുന്നത്. സുനിത വില്യംസ് ബഹിരാകാശ പേടകത്തിൽ മണിക്കൂറുകളോളം യാത്ര ചെയ്ത് ജീവിച്ചതിന്റെ ഒരു സുന്ദരമായ നിമിഷത്തിന് വേൾഡിൽ തലത്തിൽ വലിയ പ്രസക്തി നേടിയെങ്കിൽ ഇന്ത്യക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം സുനിത വില്യംസിന്റെ അച്ഛൻ ഒരു ഇന്ത്യക്കാരനായിരുന്നു. ഇതിലാണ് ഇന്ത്യക്കാർക്ക് അഭിമാനം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കാം പിഞ്ചിനോൾ നമ്മുടെ ഇരുവാട്ടി കേരളത്തിൽ വിശിഷ്യ ഇന്ത്യയോട് തന്നെ അഭിമാനം കാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ചെയ്തതെന്ന് മനസ്സിലാക്കുകയും ഈ നാട്ടിലെ സുന്ദരമായ ഈ നിമിഷങ്ങൾ നിങ്ങളുടെ ഈ സ്നേഹാദരവുകൾ ഏറ്റുവാങ്ങിയ പ്രിയപഞ്ചുമോൾ ഇനിയും ഇതുപോലത്തെ നല്ല റസാ ഖാലിദിനെ പോലത്തെ നല്ല മക്കളെ സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ച് സർവേശ്വരൻ നല്ല ഐശ്വര്യവും നല്ല ദിനവും നമ്മുടെ ജീവിതത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇവിടെ എന്നെ ക്ഷണിച്ച ഈ വിനീതനെ ഈ ഒരു സമയം തന്ന എന്റെ പൗരാവലി പ്രവർത്തകർക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി ഈ സ്നേഹാതുര ചടങ്ങിന് ആശംസ അർപ്പിക്കുന്നത് MKR ചെയർമാൻ ശ്രീ ഉമ്മർകുട്ടി PK അവരുകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചു. വേദിയിലും പുറത്തു നിൽക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇന്ന് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു നിമിഷം കടന്നു പോവുകയാണ്. ഞാൻ സ്റ്റേജിൽ നിന്ന് ആലോചിക്കുമ്പോൾ, പുറത്തേക്ക് നോക്കുമ്പോൾ എൻ്റെ നാട് ഇങ്ങനെയാണ് എന്ന് മനസ്സിൽ വെക്കാൻ ഭയങ്കര സന്തോഷം. എൻ്റെ നാട്ടിലേക്ക് MKR എന്നൊരാശയം
കൊണ്ടുവരാൻ എന്നെ പ്രേരിപ്പിച്ചതും ഈ നാട്ടുകാരുടെ ഈ കൂട്ടായ്മയാണ്. ജാതി മത ഭേദമന്യേ നമ്മൾ ഈ നാടിന് അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള നാട്ടുകാർക്ക് മാതൃകയാവുന്നു എന്നുള്ളതാണ് എന്നെ ഏറെ ആകർഷിക്കുന്നത്. ജസാ ഖാലിദ് എന്ന നമ്മൾ പൊന്നുമോളെ ലോകത്തിന്റെ നെറുകയിലേക്ക് എരുവാട്ടിയുടെ പ്രശംസ എത്തിച്ച പൊന്നുമോൾക്കുള്ള ആദരവ്, ആ മോളുടെ കഴുകിന്റെ ആഴം നമുക്ക് എത്രയാണെന്ന് അറിയില്ലെങ്കിലും മോളാണ് ഇന്നത്തെ കേന്ദ്രബിന്ദുവെങ്കിലും 7 വയസ്സുള്ള മോൾക്ക് എത്രമാത്രം ഈ കാര്യം ചെയ്യാൻ കഴിയും, 7 വയസ്സുള്ള മോള് ഒറ്റയ്ക്ക് ഇതിന് തീരുമാനമെടുക്കാൻ പറ്റുന്ന പ്രാപ്തി ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോഴാണ് ഖാലിദിനും ഖാലിദിന്റെ ഭാര്യ ഇണ ജസ്നക്കും മോളെ പോലെ തന്നെ ഈ നാടിന് വേണ്ടി അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഖാലിദിനും ജസ്നക്കും കൊടുക്കാനുള്ള ആദരവ് ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അതേസമയം ഈ നാട്ടുകാർക്കുള്ള വേറെ പ്രത്യേകത ഞാൻ കാണുന്നത് എല്ലാ ആളുകളെയും ഏതവസരത്തിലും അനുമോദിക്കാനുള്ള ഒരു മനസ്സ്. അതും ഈ സമയത്ത് ഈ നാട്ടുകാരോട് എരുവാട്ടി എന്റെ നാട് ഇങ്ങനെയാണ് എന്നെനിക്ക് വിളിച്ചു പറയാൻ. കഴിഞ്ഞ ദിവസം ഞാൻ ചൈനയിൽ യാത്രയിലായിരുന്നു. ആ സമയത്ത് എരുവാട്ടിയിലെ എംകെറിനെ കുറിച്ച് അറിഞ്ഞ് അവിടെയുള്ള മലയാളികൾ എന്നോട് ചോദിക്കുന്ന പോലെ, നാം ജസാ ഖാലിദ് പാകിസ്ഥാൻ എഡ്യൂക്കേഷൻ ആക്ടിവിസ്റ്റ് മലാല യൂസുഫ് കയറി വന്നതുപോലെ മലാല യൂസുഫ് ആ നാടിന് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റിയിൽ കാണിച്ചു കൊടുത്ത മാതൃക പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ ഈ നമ്മുടെ ഇവരുടെ ഈ ഖാലിദും ജസ്നയും ഉള്ള ആ ഒരു മേഖലയിൽ ഇതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ പറ്റത്തെ. പക്ഷെ അതിപ്പോ നമ്മൾ ആലോചിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വരുന്ന ഒരു വാക്ക്, ഒരാളുടെ ജീവിതം രക്ഷപ്പെടുത്താൻ പറ്റിയാൽ ഈ ലോകം മുഴുവൻ ഉള്ള ആളുകളുടെ ജീവിതം രക്ഷപ്പെടുത്തിയതിന് തുല്യമാണ് എന്ന് പറയുമ്പോഴാണ് ആ ഒരു കാര്യത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാവുന്നത്. ഇനിയും ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഖാലിദിനും ജസ്നക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. എംകെറിന്റെ ഭാഗത്തു നിന്ന് എരുവാട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. എംകെറിന്റെ അല്ലെങ്കിൽ 2ാം വാർഡിനെ കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന എംകെറിന്റെ ഒരു അംഗം കൂടിയാണ് ഖാലിദ്. ഇന്നിവിടെ ഞാൻ നോക്കുമ്പോ ഇവിടെ ബിസിനസ്സുകാരെ ആരെയും കാണാനില്ല. സാമൂഹിക തലത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട്, പല പ്രമുഖരും ഇവിടെ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് ബിസിനസ്സുകാർ ഈ സീറ്റിൽ ഇല്ല എന്നുള്ളതിന്റെ ഉത്തരമാണ് എന്തുകൊണ്ട് വലിയ നിലയിൽ സാലറി വാങ്ങുന്ന എംപ്ലോയി ഇവിടെ ഇല്ല എന്നുള്ള ഉത്തരമാണ് നാം എംകെറിലൂടെ കാണാൻ ആഗ്രഹിക്കുന്നത്. ജസ്റ്റ് എംകെറിലൂടെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഞങ്ങളും ഖാലിദിന്റെയും ജസ്നയുടെയും കൂട്ടത്തിലുണ്ട്. CPR അവയർനെസ്സിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് ആ ഒരു പെയിൻ അനുഭവിച്ചവർക്ക് മനസ്സിലാവും. നമുക്ക് ഓരോരുത്തരും ജസ്നയിൽ നിന്നും ഖാലിദിൽ നിന്നും ജസയിൽ നിന്നും ഇത് നാടിന് ആശയമായി പുറത്തു വന്നത് ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. നമ്മൾ ഓരോരുത്തരും ഇത് പഠിക്കുകയും നമ്മൾ ചുറ്റുവട്ടം ആരെങ്കിലും ഇതുപോലെ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ആ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് അവരുടെ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് പറ്റണം എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഒരുപാട് സംസാരിക്കുന്നില്ല. എൻ്റെ നാടിന് ഇത്രയും വലിയ ഒരു തിരിച്ചറിവ് നൽകാൻ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഒരു ഇൻഫ്ലുവൻസറായി മാറിയ ജസാ ഖാലിദിന് എംകെറിന്റെ ആശംസ അറിയിച്ചുകൊണ്ട് മെഡിക്കൽ വിഭാഗത്തിൽ ഒരുപാട് ഉയർച്ച ഖാലിദിൻ ജസ്നക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. അടുത്ത ഈ പ്രൗഢഗംഭീരമായ ചടങ്ങിന് ആശംസ അർപ്പിക്കുന്നത് എന്റെ പ്രിയ സുഹൃത്തും
കണ്ണൂർ ജില്ലയിലെ പ്രശസ്ത അഭിഭാഷകനും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സാന്നിധ്യവുമായ അഡ്വക്കേറ്റ് അബ്ദുൾ റസാഖ് അവർകളാണ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സജിയോദര ഉൾപ്പെടെയുള്ള ഈ പ്രൗഢ ഗംഭീരമായ ഈ സദസ്സിന് എൻ്റെ നമോഭാഗം. ഈ ചടങ്ങിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ ഒരു പ്രസംഗ മത്സരം തന്നെ നടന്നു, അതോട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം, 10-20 വർഷം മുമ്പുള്ള എരുവാട്ടിയിൽ നിന്നും ഇന്നത്തെ എരുവാട്ടി ഒരുപാട് മാറി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഒറ്റൊരു കാര്യം, ഈ നമ്മുടെ പ്രിയപ്പെട്ട എരുവാട്ടിയുടെ പുത്രൻ ഖാലിദ് പാറോൽ ഇന്ന് കണ്ണൂരിലെ ചപ്പാറ പഞ്ചായത്തിലെ എരുവാട്ടി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും കടന്നു വന്ന് അതിലുള്ള സാമൂഹിക വിദ്യാഭ്യാസ പശ്ചാത്തലമില്ലാത്ത ഇല്ലാതിരുന്ന ഒരു കാലത്ത് കണ്ണൂരിലേക്ക് കടന്നു വന്ന് അവിടെ ഉന്നതമായ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാഭ്യാസപരമായും അതുപോലെ ജോലിയും നഴ്സിംഗും ഒക്കെ ആരോഗ്യ മേഖലയിലെ വലിയ ഒരു ലാൻഡ്മാർക്കായിട്ടുള്ള ഒരു സ്ഥാപനത്തിന് നേതൃത്വം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞെങ്കിൽ തീർച്ചയായും എരുവാട്ടിയിലെ ഓരോ ജനങ്ങൾക്കും അഭിമാനിക്കാൻ സാധിക്കും എന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം ഖാലിദിന്റെ പിൻഗാമിയായി പ്രിയപുത്രി ജസാ ഖാലിദിന്റെ നേട്ടങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല. ആരോഗ്യ മേഖലയിൽ ഇന്ന് ഈ ചപ്പാരപ്പുഴ, ഞാനൊക്കെ വളരെ ബന്ധമുള്ള ചപ്പാരപ്പുഴ പഞ്ചായത്ത്, ആ പഞ്ചായത്തിലെ എരുവാട്ടി ഗ്രാമം ഇന്ന് ലോകം അറിയപ്പെട്ടു. പണ്ട് ബാലമാസ്റ്റർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോൾ നമ്മുടെ പൂവേരിയിലെ പാലം, ആ തൂക്കുപാലമാണ് അന്ന് ലോക റെക്കോർഡ്. അന്ന് ലോകത്തിന് ചപ്പാരപ്പുഴ പഞ്ചായത്തിന് അറിയപ്പെട്ടു. മറ്റൊന്ന് നമ്മുടെ കുട്ടപ്പായി ചേട്ടന്റെ മകൻ ജെയിംസ് മംഗൽ നമ്മുടെ ജെയിം എബ്രഹാം അമേരിക്കയിലെ ലോക പ്രശസ്ത ഒരു ഓങ്കോളജിസ്റ്റായി ലോകത്തിൽ അറിയപ്പെട്ടെങ്കിലും ചപ്പാരപ്പുറവിന് നല്ല ഒരു എന്താ പറയാ, പിന്നെ പറഞ്ഞ പോലെ ചപ്പാറ ഈ എരുവാട്ടിക്കും ചപ്പാരപ്പയിനും നല്ല കാമ്പുണ്ട്. ആ കാമ്പിനെ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു. ഈ ജസയുടെ ഈ നേട്ടം ജസയ്ക്ക് മാത്രമല്ല, ഈ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും കേവലം പൊതുപ്രവർത്തകരും രാഷ്ട്രീയക്കാരെന്നതിലുപരി ലോകത്തിന്റെ എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ, സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക വിദ്യാഭ്യാസ മേഖല ലോകത്തെ വെട്ടിപ്പിടിക്കാൻ ഈ ഗ്രാമത്തിന് സാധ്യമാകും, അതിന് പ്രചോദനമാകും ആ കുട്ടിയുടെ നേട്ടം എന്ന് മാത്രം സൂചിപ്പിച്ച് ആ കുട്ടിക്കും അതുപോലെ തന്നെ എന്റെ അവരുടെ രക്ഷിതാക്കൾ പ്രിയപ്പെട്ട ഖാലിദിനും ജസ്നക്കും അതുപോലെ അവരെ അംഗീകരിക്കാൻ അവരെ പ്രചോദനം നൽകിയ ഈ ഗ്രാമം ഒന്നായി ഇവിടെ ഒഴുകിയെത്തിയ ഒരുപാട് സാമൂഹിക, രാഷ്ട്രീയ, മത നേതാക്കന്മാർ അവർ കാണിച്ച ഐക്യവും സ്നേഹവും അത് ലോകത്തിന്റെ തന്നെ മുതൽക്കൂട്ടാണ് എന്ന് മാത്രം സൂചിപ്പിച്ച് എല്ലാവർക്കും ഒരുപാട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്നെ വിളിച്ചതിന്, ക്ഷണിച്ചതിന്, അവസരം തന്നതിന് നന്ദി പ്രകാശിപ്പിക്കാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയവും. അടുത്തതായി ഈ ചടങ്ങിന് ആശംസ അർപ്പിക്കുന്നതിനായി ചപ്പാരപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഇപ്പോഴത്തെ ലോകോ പഞ്ചായത്ത് മെമ്പറുമായ തസീല ഷംസീറിനെ ക്ഷണിച്ചു. ഏറെ ബഹുമാന്യനായ പ്രൗഢ ഗംഭീരമായ ഈ സദസ്സിന്റെ അധ്യക്ഷൻ, ചപ്പാരപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സജിയോദര അവർകൾ, ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട രാമചന്ദ്രൻ കടന്നപ്പള്ളി സർ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ടവരെ, വൈകിയ വേളയിൽ എൻ്റെ ഒരു പ്രസംഗത്തിനിവിടെ പ്രസക്തിയില്ല എന്ന് എനിക്കറിയാം. കാരണം എല്ലാവരും കാഫില മുട്ടിപ്പാട്ടിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പൊ കൂടുതലായി ഒന്നും പറയുന്നില്ല. എരുവാട്ടി നാടിനെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച ജസാ ഖാലിദ് എന്ന പൊന്നണിയോൾ ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ആ പൊന്നുമോൾക്ക് എല്ലാവിധ ആശംസകളും മംഗളങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്ത ഈ ജനകീയ കൂട്ടായ്മയ്ക്ക് ആശംസ അർപ്പിക്കുന്നത് ഈ എരുവാട്ടി നാടിന്റെ പ്രിയങ്കരിയായ വാർഡ് മെമ്പർ ഇവിടെ പ്രിയപ്പെട്ട ബിന്യാസരീഷ് അവരുകളോ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഒത്തിരി സന്തോഷമുണ്ട് ഇന്നത്തെ ഈ പരിപാടിയിൽ ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചതിൽ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തമാണ് ഒരു ലോക റെക്കോർഡിന്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്നത്. നമുക്ക് പലർക്കും അറിയില്ല, ഒരു അടിയന്തര ചികിത്സ നൽകണമെങ്കിൽ
പലരും രോഗികൾക്ക് കൂടുതൽ ടെൻഷനായിരിക്കും. നമുക്ക് അവർക്കൊരു ചികിത്സ നൽകുക, ഒരു രോഗി ഇങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥ കാണുമ്പോൾ അവർക്കൊരു ചികിത്സ നൽകുക എന്നുള്ളത് നമുക്കറിയില്ല. അവിടെയാണ് നമ്മുടെ ഈ പൊന്നുമോൾ CPRന്റെ മഹത്വം ലോക റെക്കോർഡിലേക്ക് എത്തിച്ചുകൊണ്ട് 2 റെക്കോർഡുകൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഈ പൊന്നുമോൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം ഈ മോളെ ഈ റെക്കോർഡിലേക്ക് എത്തിക്കാൻ അക്ഷീണം പ്രവർത്തിച്ച ഇവരുടെ മാതാപിതാക്കളെ ആശംസിക്കുകയും എല്ലാവിധ പ്രാർത്ഥനയും നേരുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. അടുത്തായി ഈ സ്നേഹാദരവ് ചടങ്ങിന് ആശംസ അർപ്പിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത ഉലശ്ശേരി വാർഡിന്റെ പ്രിയങ്കരനായ പഞ്ചായത്ത് മെമ്പർ ജോജി ആനിത്തോട്ടൽ അവറുകളാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ചടങ്ങിന്റെ കൊച്ചിമിടുക്കി എന്റെ പ്രിയ സുഹൃത്തും ഖാലിദിന്റെ മകളുമായ ജസിയ ഖാലിദ്, നമ്മുടെ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സജി ഓവര അവറുകൾ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ജോയി അച്ഛൻ, മേരി ഫൊറാനപ്പള്ളി വികാരി അച്ഛനും, അതിലുപരി നമ്മുടെ ഇരുവാട്ടി പ്രദേശത്തെ വോളിബോൾ രംഗത്ത് ഞങ്ങളെ എല്ലാം ഗുരുനാഥനുമാണ് പ്രിയപ്പെട്ട അച്ഛൻ യാത്രയാവുകയാണ്. അച്ഛനെ ഈ സമയത്ത് യാത്ര മംഗലം കൂടി നേരിടാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. അതുപോലെ വേദിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാത്തുക്കുട്ടി ചേട്ടനടക്കമുള്ള നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാര്, പ്രിയപ്പെട്ട മൈക്കിളേട്ടൻ, ശശി, ഷമീർ മാഷ്, എന്തായാലും പേരെടുത്ത് പറയുന്നില്ല. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ ഇരുവാട്ടി പ്രദേശത്തെ മലവരായ നാട്ടുകാരെ, ഈ മഹനീയ സാഹചര്യത്തിൽ നമ്മളിനി നമ്മുടെ നാടിനെ അറിയുന്ന, ഇരുവാട്ടി അറിയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചുമകളുടെ ആയിരിക്കും. തീർച്ചയായും വളരെ ഉന്നതങ്ങളിലെത്തുവാൻ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല അവരുടെ പ്രിയപ്പെട്ട ഫാമിലി ജീവിതത്തിലും ഈ നാടിനും കെട്ടക്കെട്ടായി ഈ മകളെ സ്നേഹിക്കുവാനും അവരുടെ ആശയങ്ങൾ നമുക്ക് പരസ്പരം പങ്കുവെക്കുവാനും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്റെ വാർത്തയ്ക്ക് എന്നെ ഉപസംഹരിക്കുന്നു. ഇതിനവസരം തന്ന നമ്മുടെ ഇരുവാട്ടി ഗ്രാമത്തിലെ പ്രിയപ്പെട്ടവരെയും പ്രത്യേകിച്ച് ഉന്നയിച്ച് നടത്തുന്ന മറ്റ് സാമൂഹിക പ്രതിയോഗികളുള്ള ആളുകളെയും സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസ അർപ്പിക്കുന്നത് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരാണ്. ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പ്രിയങ്കരനായ മുൻ പഞ്ചായത്ത് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ മൈക്കിൾ പാട്ടത്തിൽ അവരുടെ ആദരവോടും ക്ഷണിച്ചു. ഈ സമ്മേളനം ഉദ്ഘാടനം കടന്നുപോയ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അവരുടെ, അതുപോലെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, അതുപോലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി ഓതര, ബഹുമാനപ്പെട്ട ജോയിച്ച, അതുപോലെ തന്നെ ജോജി, പ്രിയമുള്ള പഞ്ചായത്ത് മെമ്പർമാരെ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരെ, പ്രിയമുള്ള രാഷ്ട്രീയ പൂർവികളെ, സഹോദരി സഹോദരന്മാരെ, അതുപോലെ തന്നെ ഈ ആദരവ് ഏറ്റുവാങ്ങുന്ന ദിശ ഖാലിദ്, അതുപോലെ തന്നെ ദിശ ഖാലിദിന്റെ പിതാവ് ഖാലിദോ, അമ്മ, അതുപോലെ മമ്മനിക്ക, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷമുണ്ട്. ഇരുവാട്ടി ഗ്രാമത്തിൽ നിന്നും നമ്മുടെ ഈ കൊച്ചുകുട്ടി ലോകത്തിന്റെ നിലവിലേക്ക് എത്തിച്ചേർന്നതിൽ നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമുണ്ട്. ഈ കുട്ടി നമുക്കറിയാം പ്രധാന ശുശ്രൂഷ രംഗത്ത് നമുക്കറിയാം ഒരുപാട് ഈ കോവിഡ് കാലത്തൊക്കെ ഒരുപാട് പേര് അറ്റാക്ക് ചെയ്ത് മരിച്ചു. പെട്ടെന്ന് അവർക്കൊരു പ്രധാന ശുശ്രൂഷ ചെയ്യുവാൻ അവർ അടുത്ത ആളുണ്ടായിരുന്നെങ്കിൽ അവർ പലരും രക്ഷപ്പെടും. അതുകൊണ്ട് ഈ കുട്ടി കാണിച്ച ഈ മാതൃക ഉള്ള ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പെട്ടെന്നുള്ള മരണത്തിൽ രക്ഷിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവും. അതിനാൽ ഈ കുട്ടി ഇതിന് മാതൃകയായി മാറി. ആ കുട്ടിക്ക് എല്ലാവിധ ആശ്വാസങ്ങളും നേരുന്നു. പിന്നെ വളർത്തിയ ഖാലിദിനെയും അതുപോലെ അമ്മയെയും അതുപോലെ വില്ലച്ചനായ മമ്മനിക്കായും ഇവിടെ കുട്ടിയെ പഠിപ്പിച്ച ആ സ്കൂളിലെ അധ്യാപകരെയും എല്ലാവരും ഇവരുടെ സാഹചര്യം ഒരുക്കി എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച ഷമീമടക്കമുള്ള ഒരുവാട്ടി ഗ്രാമത്തിലെ മിടുക്കന്മാരായ ആൾക്കാരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.